കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന മുളകിലെ കുരുടിപ്പിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാലറിയാം, മുളകിലെ ഇലകൾ, പുതിയ ഇലകൾ നോക്കണ്ട, അതിന് മുന്നേ പഴയ ഇലകൾ കുരുടിച്ച് മുളകിൻ്റെ ഇലയുടെ ഷേപ്പുകളെല്ലാം മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇത് പുതിയ ഇലകൾ നോക്കണം. പുതിയ ഇലകൾ ഞാൻ ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം വന്ന പുതിയ ഇലകളാണ്. അത് അസുഖം മാറിയിട്ട് പുതിയ ഇലകൾ വന്നതാണ്. അതെല്ലാം ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. പഴയ ഇലകൾ നമുക്ക് നോക്കിയാൽ അറിയാം, എല്ലാം ചുരുണ്ട് ഇരിക്കുന്നത് കാണാം. അപ്പം അത് ഞാൻ ആദ്യമേ കണ്ടപ്പോൾ മുതൽ ഞാൻ ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഇത് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ ചെടിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് മെയിനായിട്ട് വരുന്നത് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കുരുടിപ്പ് വരുന്നത്. നമ്മൾ ഇതിന് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, നമ്മൾ ചെടി നടുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള കാൽസ്യം അടങ്ങിയ വളങ്ങൾ കൊടുക്കണം. ഉദാഹരണത്തിന് ഡോളോമേറ്റോ, കുമ്മായമോ, മുട്ടത്തോട് പൊടിച്ചതോ കൊടുക്കുക. അത് എല്ലാ വളർച്ചാ ഘട്ടങ്ങളിലും കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിപ്പോൾ നമ്മൾ ചെടി നട്ട് ചെടി പൂത്തു തുടങ്ങുന്ന സമയത്ത് ചെടിക്ക് കൂടുതൽ കാൽസ്യം ആവശ്യമായിട്ട് വരും. ആ സമയത്ത് നമ്മൾ ഡോളോമേറ്റോ, കുമ്മായമോ എന്തെങ്കിലും കൊടുക്കണം. ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോളോമേറ്റും അതിൻ്റെ കൂട്ടത്തിൽ മൈക്രോ ന്യൂട്രിയൻസും കൂടെ ഞാൻ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കാറുണ്ട് ന്യൂട്രിയൻസ്. ഇവിടെ ഞാൻ 1 ലിറ്റർ വെള്ളത്തിൽ ഡോളോമേറ്റ്, നിങ്ങൾക്ക് ഡോളോമേറ്റ് തന്നെ നിർബന്ധമൊന്നുമില്ല, കുമ്മായമാവാം, കുമ്മായമായെടുത്താലും മതി. ഞാൻ ഡോളോമേറ്റാണ് എടുക്കുന്നത്. ഡോളോമേറ്റിലാകുമ്പോൾ മഗ്നീഷ്യം കൂടെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് നല്ലതാണ്. അപ്പോൾ ഡോളോമേറ്റ് 1 സ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 സ്പൂണ് മൈക്രോ ന്യൂട്രിയൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ലയിപ്പിച്ചെടുക്കുക. നന്നായിട്ട് ലയിപ്പിച്ചെടുത്തിട്ട് അത് അതിൻ്റെ തെളി ഡോളോമേറ്റിലെ ബാക്കി അടിഞ്ഞിട്ട് താഴെ വെള്ളത്തിൻ്റെ അടിയിൽ ബാക്കിയുള്ളത് അടിഞ്ഞിട്ട് ഇതിൻ്റെ തെളി മാത്രം ഊറ്റിയെടുത്ത് ഒരു സ്പ്രെയർ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്തിനാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മണ്ണിൽ ഇത് നേരിട്ട് കൊടുക്കുന്നത് കുഴപ്പമില്ല. മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് വലിച്ചെടുക്കാം. പക്ഷേ അതിന് കുറച്ച് സമയതാമസം എടുക്കും, ചെടികൾക്ക് കിട്ടാനായിട്ട് സമയതാമസം എടുക്കും. ഈ ടൈം കൊണ്ട് ഈ കുരുടിപ്പ് കൂടുതലാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും നമ്മൾ വെയിറ്റ്, പെട്ടെന്ന് ചെടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ അസുഖം മാറും. അതിന് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ ആഴ്ചയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 4 ആഴ്ച കഴിഞ്ഞുള്ള മുളകിൻ്റെ അവസ്ഥ ഞാനിപ്പോൾ കാണിക്കാം. ഇതാണ് 4 ആഴ്ച കഴിഞ്ഞുള്ള എല്ലാ കുരുടിപ്പും മാറി ചെടി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് നോക്കിയറിയാം, പൂക്കളെല്ലാം വന്ന് മൊട്ടിട്ട് നിൽക്കുകയാണ്. ഒരുപാട് പൂക്കൾ വന്നിട്ടുണ്ട്. ഇനി ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും.